ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പൊ കുറച്ച് ദിവസം പുതിയ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇന്നിപ്പോ എന്തായാലും ഒരു കുക്കിംഗ് റെസിപ്പി ചെയ്യാന്നാണ് വിചാരിക്കണത് കേട്ടോ. ഇന്നിപ്പോ ഇവിടെ ബാംഗ്ലൂര് ബന്ദാണ് കർണാടകയില്. കാരണം എന്താണെന്ന് വെച്ചാൽ കാവേരി വാട്ടർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. അത് കാരണം കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. അനൂപണ്ണാണെങ്കിലും ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല, വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ലഞ്ച് ഉണ്ടാക്കാന്ന് വിചാരിക്കണം. അപ്പൊ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അപ്പൊ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചില്ലി ചിക്കൻ റൈസ് ആണ് ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റൈസ്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പൊ ചില്ലി ചിക്കൻ റൈസിന് വേണ്ടിയിട്ട് ചിക്കൻ ബ്രസ്റ്റ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇവിടെ പൊതുവെ ചില്ലി ചിക്കൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിന്റെ റെസിപ്പീസ് ആകുമ്പോൾ നല്ലതല്ലേ. ദേ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ടല്ലോ കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് റൈസ് ഒന്ന് സോക്ക് ചെയ്തെടുക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ബസ്മതി റൈസാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ബസ്മതി റൈസാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ റൈസ് ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിത് കുറച്ച് വെള്ളത്തിൽ കുതിർത്തിയെടുക്കാം. ഇനി ഇപ്പോൾ ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മൈദയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഇതുപോലെ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കേണ്ടി വരില്ല, അത് തന്നെ മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരാളതിന് വേണ്ടിയിട്ട് ഇത്ര വെളുത്തുള്ളിയാണ് ഞാൻ എടുക്കുന്നത്. ഇത് നമുക്കൊരു വെജിറ്റബിൾ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അത്യാവശ്യം ഈ ഒരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുക്കുന്നത്. ഇത്ര മതി ഇഞ്ചി. ഇത് നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇതാ ഈ ഒരു രീതിയിൽ ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു സവാള, ഒരു ക്യാപ്സിക്കം ഒക്കെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മുറിച്ചെടുക്കണം. ക്യാപ്സിക്കം ഒരെണ്ണം മതി, സവാള ആണെങ്കിലും ഒരെണ്ണം തന്നെ ആവശ്യമുള്ളൂ കേട്ടോ. ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. എത്ര വലുതായിട്ടല്ല ഇടുന്നത്. ഈ ഒരു റൈസിൻ്റെ കൂടെ ചേർന്ന് പോണ ഒരു രീതിയിൽ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതാക്കി മുറിക്കണത്. സവാള മുറിച്ചെടുക്കാം. സവാള നമുക്ക് മുറിച്ച് വയ്ക്കാം. മുറിക്കാനുള്ളതൊക്കെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് എളുപ്പമാണല്ലോ. ഇത് നമുക്ക് എന്താ പറയുക, തീരെ ചെറുതല്ല, ഒരു മീഡിയം സൈസിൽ ആ രീതിയിൽ മുറിച്ചെടുക്കാം. ഒന്ന് കാണുന്ന ഒരു രീതിയിൽ അങ്ങനെയാണ് മുറിക്കണത്. ഈ രീതിയിൽ ചിക്കൻ നമുക്ക് ഇപ്പോൾ തലേദിവസമൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് വരും. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ എണ്ണ കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കോട്ടിങ് മതി, ഒരുപാട് കോട്ടിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിതിന് 3-4 പ്രാവശ്യം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ട് വരുന്ന സമയം കൊണ്ട് ഇവിടെ കണ്ടു ബാൽക്കണിയിൽ ഇഷ്ടംപോലെ സ്പ്രിംഗ് ഓണിയൻ നിൽക്കുന്നുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കുറച്ച്. ഇത് ആക്ച്വലി ഉള്ളിയുടെയാണ്. തക്കാളി നിറയെ മുളച്ച് വന്നു. തക്കാളിയിലൊക്കെ കണ്ടില്ലേ പൂ വന്നു. ഇത് സവാളയുടെ. ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്താലും വീണ്ടും മുളച്ച് വരും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം കട്ട് ചെയ്തെടുത്തതാണ്, പക്ഷേ വീണ്ടും കണ്ടില്ലേ വന്നത്. നല്ല ഫ്ലേവർ കൂടുതലായിരിക്കും. നമ്മൾ വീട്ടിൽ
ഇതുപോലെ വെച്ച് പിടിപ്പിക്കണേന് കുറച്ചും കൂടി ഇടാം. ഇത് മതി. കണ്ടില്ലേ, നല്ല ഫ്രഷാണ്. ഇതിപ്പോൾ കണ്ടോ, ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ വേഗം ഫ്രൈ ആയിട്ട് വരും, അധികം സമയം നടത്തില്ല. നിങ്ങൾക്കിത് നല്ല കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പേസ്റ്റ് ഉപയോഗിക്കാം കേട്ടോ, നല്ല കളർ വരും. അപ്പോൾ ചിക്കൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സ്പ്രിംഗ് ഒണിയനൊക്കെ ഒന്ന് മുറിച്ച് വയ്ക്കാം. നമ്മളിതുപോലെ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ഭയങ്കര ഫ്ലേവർ ആയിരിക്കും. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ സ്പ്രിംഗ് ഓണിയൻ റെഡി. ഇത് കണ്ടോ, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി, നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ഏലക്കായ, 2 കഷ്ണം കറുകപ്പട്ട, ഒരു 5 ഗ്രാമ്പു, ഒരു തക്കോലൊക്കെ ഇട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് വരട്ടെ. ഇപ്പം ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ കുതിർത്തിയെടുത്ത ബസ്മതി റൈസ് ഒരു അരമണിക്കൂറോളം സമയം നമ്മളത് കുതിർത്തിയെടുത്തിട്ടുണ്ട്. അത് കാരണം തന്നെ വേഗം വെന്ത് വരും. അത് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസോ ജീര റൈസോ ഏത് റൈസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് വെന്തോ നോക്കാം. വെന്ത് കുഴഞ്ഞു പോരുത്. അതിന് മുമ്പുള്ളൊരു സ്റ്റേജിൽ നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ ഒരു 3/4 ഭാഗത്തിനേക്കാളും ഒന്നും കൂടി കൂടുതൽ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഒഴിച്ചെടുക്കണം. ഉപ്പ് കറക്റ്റ് ആണോ നോക്കാം കേട്ടോ. ഒരു ഇത്തിരി കൂടി ആവാം. പിന്നെ ഒരുപാട് വേണ്ട, കാരണം നമ്മളിതിലേക്ക് സോസൊക്കെ ചേർത്ത് കൊടുക്കും. ഉപ്പ് കൂടിപ്പ് വരുത്. ചിക്കനൊക്കെ കണ്ടോ ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടത് മതി. ഒരു മാറ്റം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി. ഇനിയിപ്പോൾ ഇതിൽ കുറേ എണ്ണ ഉണ്ടല്ലോ, ഇത്ര എണ്ണ നമുക്ക് ആവശ്യമില്ല. ഇതിൽ നിന്ന് കുറേ എണ്ണ നമുക്ക് മാറ്റിക്കളയാം. കുറച്ച് എണ്ണ മതി. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതിലത്തെ എണ്ണയൊക്കെ മാറ്റിയിട്ടുണ്ട്. വളരെ കുറച്ച് എണ്ണ മാത്രമേ ഇതിലേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ, വളരെ കുറച്ച് എണ്ണ മതി. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ആ ഒരു പച്ചമണം ഒന്ന് മാറി വരണം, അത്രയും മതി കേട്ടോ. ഫ്രൈ ആയിട്ട് വരേണ്ട ആവശ്യമില്ല. ഇത് മതി. ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചില്ലി സോസ് വേണമെങ്കിൽ കുറച്ച് ഗ്രീൻ ചില്ലി സോസ് ചേർക്കാം. ഞാൻ പച്ചമുളക് ഒഴിവാക്കണം. അപ്പോൾ വലിയവർക്ക് കഴിക്കാനാണെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർക്കാം. പിന്നെ കുറച്ച് സോയ സോസ് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച ക്യാപ്സിക്കവും അതുപോലെ സവാളയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു സ്പ്രിംഗ് ഓണിയനിൽ കുറച്ച് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. സോസ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം കേട്ടോ. ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് വളരെ കുറച്ച് ചേർത്തുള്ളൂ. നമുക്ക് കുറച്ചും കൂടി ചേർക്കാം. കുറച്ചും കൂടി ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് വരിക. പിന്നെ വേണ്ടത് കുറച്ച് വിനാഗിരി, വളരെ കുറച്ച് നല്ലെണ്ണ, കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. സോസിൽ ഉപ്പുണ്ട്, അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് മതി. അതുപോലെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം അളവിൽ പഞ്ചസാര. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് റൈസ് റെഡി ആയി നോക്കാം. റൈസ് എന്തൊക്കെയാ, ഈ ക്യാപ്സിക്കം സവോളയൊന്നും ഒരുപാട് വെന്ത് പോകണ്ട, ഇതുപോലെ തന്നെ മതി. ക്രഞ്ചി ആയിട്ടിരിക്കണം. ഇത് മതി. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചാൽ ചിക്കൻ പീസസ് കോൺഫ്ലോർ ഒന്നും ചേർക്കണം. നമുക്ക് ഗ്രേവിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ.
പിന്നെ ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. റൈസ് റെഡി ആവട്ടെ. റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഊറ്റിയെടുക്കാം. കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് ഊറ്റിയെടുത്തുണ്ട്. ഇനി ഈ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. സെയിം പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ വേറെ സ്പൈസസോ മസാലയോ വേറെ ഒന്നും ചേർക്കണില്ല. ഈ ഒരു ഹോൾ സ്പൈസ് ചേർത്തിട്ടുള്ളത് മാത്രമേ തന്നെയുള്ളൂ. അപ്പോൾ റൈസ് ഉണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. തീ കുറച്ചാണ് വെച്ചിരിക്കണേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ചില്ലി ചിക്കൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ഞാൻ ഒരു അരമണിക്കൂറുള്ളത് ദം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടിയും ചേർത്ത് കൊടുത്തിരുന്നു. ഇത് നിങ്ങൾക്ക് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടം. മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ, അതായത് ഈ ഒരു രീതിയിൽ. അപ്പോൾ നമ്മുടെ ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കിയാലോ. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കിത് തന്നെ ഇങ്ങനെ കഴിക്കാവുന്നതുള്ളൂ കേട്ടോ. ചില്ലി ചിക്കനൊക്കെ ഇഷ്ടമുള്ളവർ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും ഈ ഒരു റൈസ്. മെയിനായിട്ട് ആ ഒരു സ്പ്രിംഗ് ഓണിയൻ്റെ ക്യാപ്സിക്കത്തിൻ്റെ സോസിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു റൈസിൻ്റെ ഹൈലൈറ്റ്. അപ്പം തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു റൈസിൻ്റെ റെസിപ്പി തന്നെയാണ്. അതുപോലെ നമ്മളിപ്പോൾ ഷോർട്സും ഇടുന്നുണ്ട്. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഷോർട്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുമോ. ഷോർട്സ് നമ്മൾ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു അടിപൊളി റെസിപ്പി അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.